സംസ്ഥാനത്ത് വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളുടെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും വിതരണം മുടങ്ങിയിട്ട് 2 മാസം പിന്നിടുന്നു. RC ബുക്ക് ലഭിക്കാനുള്ളത് 8 ലക്ഷത്തിലധികം പേർക്കും ലൈസൻസ് ലഭിക്കാനുള്ളത് 6.5 ലക്ഷത്തിലധികം പേർക്കുമാണ്. സർക്കാർ പ്രിന്റിംഗ് ചാർജും പോസ്റ്റൽ ചാർജും നൽകാത്തതാണ് വിതരണം നിലയ്ക്കാൻ കാരണം. കേരള മോട്ടോർ വാഹന വകുപ്പ് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ITI എന്ന സ്ഥാപനത്തിനാണ് RC ബുക്കിന്റെയും ലൈസൻസിന്റെയും പ്രിന്റിംഗ് ചുമതല നൽകിയിട്ടുള്ളത്. ഇവിടെ മോട്ടോർ വാഹന വകുപ്പിനായുള്ള പ്രിന്റിംഗ് കഴിഞ്ഞ നവംബർ 17-ന് നിർത്തിയതാണ്. എന്നാൽ ഒക്ടോബർ വരെയുള്ള ലൈസൻസും RC ബുക്കും മാത്രമാണ് പ്രിന്റ് ചെയ്ത് അയച്ചിട്ടുള്ളത്. പോസ്റ്റൽ ചാർജ് ഇനത്തിൽ കോടികളുടെ കുടിശ്ശികയാണ് ഉള്ളത്. വാഹന രജിസ്ട്രേഷനും റീടെസ്റ്റിനും എത്തുന്ന വാഹന ഉടമകളിൽ നിന്നും ലൈസൻസ് ഉടമകളിൽ നിന്നും പ്ലാസ്റ്റിക് കാർഡിനായി 200 രൂപയും പോസ്റ്റൽ ചാർജായി 45 രൂപയും മുൻകൂറായി ഈടാക്കിയതാണ്. എന്നാൽ ഈ തുക സർക്കാർ വകമാറ്റിയതോടെയാണ് RC ബുക്കിന്റെയും ലൈസൻസിന്റെയും വിതരണം അവതാളത്തിലായത്. പോസ്റ്റൽ ചാർജിനായി പണം അനുവദിച്ചതായി ഗതാഗത മന്ത്രി പറയുന്നുണ്ടെങ്കിലും ITIയിൽ പ്രിന്റിംഗ് ആരംഭിക്കാനായിട്ടില്ല. പ്രിന്റ് ചെയ്യാനുള്ള കാർഡും അവിടെ നിലവിൽ ലഭ്യമല്ല. 200 രൂപ ഒരു കാർഡിന് മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കുമ്പോൾ കാർഡൊന്നിന് 60 രൂപ പ്രകാരമാണ് ITIക്ക് നൽകുന്നത്. ഈ തുക പോലും മാറ്റിവെക്കാൻ തയ്യാറാകാത്ത സർക്കാർ സമീപനമാണ് വിമർശിക്കപ്പെടുന്നത്. ഇതേസമയം വാഹന പരിശോധനാ സമയത്തും വാഹനങ്ങളുടെ ഇടപാടുകൾക്കും വലിയ പ്രതിസന്ധിയാണ് വാഹന ഉടമകളും ഡ്രൈവർമാരും നേരിടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.